ഈ ആളെയും എനിക്ക് പറയില്ല എന്ന് വിചാരിച്ചോ, അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്? അത് പാവങ്ങൾക്കൊക്കെ എന്താണ് പച്ച ജാഗറുണ്ട്. ഓക്കെ, അപ്പം ആ വണ്ടിയുള്ള പുള്ളി ചാരിറ്റി വർക്ക്സ് ഒക്കെ കുറെ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ലീഡർഷിപ്പ് എന്നുള്ള രീതിയിൽ എനിക്കറിയാൻ പറ്റുന്നുണ്ട് ഇപ്പം നിലവിൽ. പിന്നെ ഒരു സോഷ്യൽ സർവീസ് ഒക്കെ പുള്ളി ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ അറിയാം. കാരണം ഞാൻ പൊതുവേ സോഷ്യൽ മീഡിയ അധികം യൂസ് ചെയ്യാത്തതാണ്. ഒരു ഫിലൻത്രോപ്പിസ്റ്റ് ആണ് പുള്ളി, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ട്. ഓക്കെ, അടിപൊളിയാണ് മനുഷ്യൻ. അതാണ് ആണ്. നിങ്ങളുടെ കണ്ണിലുണ്ണിയാണ് പാപ്പിച്ചായ. ഇനി ഇതാരാന്നറിയോ? ഇത് നമ്മുടെ ടോണിച്ചായ. ഓക്കെ, അപ്പൊ ഈ ടോണിച്ചായനെ കുറിച്ചിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ, കോട്ടയംകാർക്ക് നല്ല പരിചിതമായിരിക്കും. അപ്പൊ പുറത്തോട്ട് പോകുമ്പോൾ അറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ ഈ ടോണിച്ചായനെ കുറിച്ചിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക? ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ കുമരകം ടൗൺ ബോട്ട് ക്ലബ് ഉണ്ടല്ലോ, വള്ളം, അവരുടെ ഒരു ലീഡർഷിപ്പ് എന്നുള്ള രീതിയിൽ എനിക്കറിയാൻ പറ്റുന്നുണ്ട് ഇപ്പം നിലവിൽ. പിന്നെ ഒരു സോഷ്യൽ സർവീസ് ഒക്കെ പുള്ളി ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ അറിയാം. കാരണം ഞാൻ പൊതുവേ സോഷ്യൽ മീഡിയ അധികം യൂസ് ചെയ്യാത്തതാണ്. നിലവിൽ അങ്ങനെ ഇൻസ്റ്റഗ്രാമോ അങ്ങനെ വലിയ ആക്റ്റീവ് ഒന്നുമല്ല. ഇടയ്ക്ക് ഇങ്ങനെ കാണാമെന്നല്ലാതെ വേറെ ഒരു ഇതില്ല. കുറച്ച് സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം കറൻ്റ്ലി ഞാൻ നോക്കിയിട്ട് കുമരകം ടൗൺ ബോട്ട് ക്ലബിൻ്റെ ലീഡറായിട്ട് ആള് തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും ആൾ അടിപൊളിയാണല്ലേ? പിന്നെ നല്ല കാര്യങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ്. അതെ, ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അതേ രീതി തന്നെ ആയിരിക്കും അവരോട് ബാക്കിയുള്ളവരോടും പറയാ. അതെ. ഇതാരെന്നറിയോ? ഓക്കെ, ടോണി അച്ചയൻസ് എന്നാണ്. അപ്പോൾ ഗോൾഡ് ആളൊരു ബിസിനസ്മാനാണ്. അപ്പോൾ ആളെ കുറിച്ചിട്ട് ഇതുപോലെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുക? ഒരു ഫിലൻത്രോപ്പിസ്റ്റ് ആണ് പുള്ളി, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടൊക്കെ. ഓക്കെ, വേറെ അടിപൊളിയാണ് മനുഷ്യൻ. നിങ്ങൾ സംസാരിക്കേ? പുള്ളിയുടെ നല്ല വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും. ഇതൊക്കെ അറിയത്തില്ല, അപ്പോൾ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്തെങ്കിലും പറ. യൂട്യൂബ് മേടിച്ചാൽ മതിയാ? ഓക്കെ, ആളാണെങ്കിൽ ഭയങ്കര സോഷ്യൽ വർക്കർ. ആൾ പറഞ്ഞ കണക്ക് തന്നെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഒട്ടും വീടില്ല എന്ന് പറയുന്നതാണെങ്കിലും അവിടെ പോയിട്ട് ആളെ കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ചെയ്തു കൊടുക്കും. വീടില്ലെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് സമയം എടുത്താലും വീട് പണിത് കൊടുക്കും. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ് കേട്ടോ, ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ്. എന്താണ് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഓൺ ദ സ്പോട്ട് ചെയ്തു കൊടുക്കും. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ ഓരോന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കും. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഡാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി വേറെ ഒരെണ്ണമുണ്ട്, ഇത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇത് മറ്റേ കോട്ടയത്ത് മറ്റേ അതെ. ഓക്കെ, ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് എങ്ങനെയായിരിക്കും നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാം? സൈക്കിൾ തന്ന ചേട്ടൻ. കുറെ പാവങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ഒക്കെ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ റീല് വരും പുള്ളി ചാരിറ്റി ചെയ്യുന്നതിന്റെ. അതെ, നമ്മുടെ കോളേജിന് സൈക്കിളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയുന്നത് ആദ്യമായിട്ട്. അങ്ങനെ കുറെ നല്ല പാവങ്ങളൊക്കെ സഹായിക്കുന്ന നല്ലൊരു മനസ്സിനുടമയാണെന്നാണ് തോന്നുന്നത്. അതാണ് നിങ്ങളുടെ കണ്ണിലുണ്ണിയാണ് പാപ്പിച്ചായ. ആദ്യമായിട്ട് ഞങ്ങളിവിടെ പോർഷെ കണ്ടത് പുള്ളിക്കാരൻ്റെയാണ്. ആണോ? ആള് പോർഷയിലേക്ക് വന്നത്? പോർഷയിൽ വന്നത് അന്നാണ് ഞങ്ങൾ പോർഷെ കണ്ടത്. നല്ല മനുഷ്യനാണ്. ഇൻസ്റ്റയിൽ റീൽസ് ആളിതുപോലെ പാവപ്പെട്ടവർക്കൊക്കെ നല്ല സഹായങ്ങൾ ചെയ്യുന്ന കേട്ടോ. അതുപോലെ തന്നെ ആൾക്ക് യൂട്യൂബ് അക്കൗണ്ട് ഒക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ വരുമാനവും ഇതുപോലെയുള്ള നല്ല ചാറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ആളുടെ കാര്യവും നല്ലതാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതുപോലെ വേറൊരാളുടെയും കൂടെ ഉണ്ടേ. അത് നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെ. ഓക്കെ, ഇദ്ദേഹത്തിനെയും ഇതുപോലെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യാം? ഓക്കെ, പറയാം. എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ മതി. എങ്ങനെയാണ് അദ്ദേഹം? അറിയത്തില്ല അപ്പൊ നിങ്ങൾക്ക്? നല്ലൊരു മനുഷ്യനാണ്, സഹായിക്കുന്ന വ്യക്തിയാണ്. അതെ, ഓക്കെ, ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എന്താണ് സഹായം ചെയ്യും. എന്റെ ഇടയിൽ നീ എന്തോ പറഞ്ഞു? ഇൻസ്റ്റാഗ്രാമിലും കാണാന്ന്. അതെ, യൂട്യൂബും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഉണ്ട് ആള്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇനി ഇതാരാന്നറിയോ? ഓ, പരിചയമുള്ള ആളെന്നാണ്. പോസ്റ്റർ കാണാമല്ലോ എല്ലായിടത്തും. ഇവിടെ വരാറുണ്ട് പുള്ളി. ആണോ? ഇവിടുത്തെ സ്ഥിരം ആളാ?
ചെയ്യാറുണ്ട് പുള്ളി പല പരിപാടിയൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അറിയാം. ഈ ആളെയും എനിക്ക് പറയില്ല എന്ന് വിചാരിച്ചോ? അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്? അത് പാവങ്ങൾക്കൊക്കെ എന്താണ്? പുള്ളിക്കൊരു പച്ച ജാഗറുണ്ട്. ഓക്കെ, അപ്പം ആ വണ്ടിയുള്ള പുള്ളി ചാരിറ്റി വർക്ക്സ് ഒക്കെ കുറെ ചെയ്യുന്നുണ്ട്. ആളുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യാറുണ്ടോ? ഫോളോ ചെയ്യുന്നൊന്നുമില്ല, എങ്കിലും കാണാറില്ലേ? ഓക്കെ, ആളപ്പോ ഒരു നല്ല മനുഷ്യനാണ്, നല്ലതാണ്. ഇവിടെ കുറെ സൈക്കിളൊക്കെ കൊടുത്തായിരുന്നു പുള്ളി കോളേജിൽ. അതെല്ലാം ഒടിഞ്ഞു നേരം. പിന്നെ എല്ലാ ദിവസവും പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ. ആണോ? ഓക്കെ, അപ്പോൾ ആളൊരു ചാരിറ്റി ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യൻ, ഇൻഫ്ലുവൻസർ എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്.